Good afternoon. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലേ, എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ വേറൊരു നെയിം എന്താ? അനദർ നെയിം എന്താ? അനദർ നെയിം, വേറൊരു നെയിം എന്താ? ഹെൽത്ത് കെയർ വേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക് ഉള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആർക്കൊക്കെയാണ്? ജസ്റ്റ് ഒരു പേര് ഓർത്ത് വെച്ചാൽ മതി. ഡോക്ടേഴ്സിന് അല്ലെ, നഴ്സുമാർക്ക്, അതുപോലെ പേഷ്യൻസിന്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫിന്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ് അല്ലെ. വേസ്റ്റ് കളക്ഷനുമായിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത് എന്താ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റാഫുകൾ വരും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്? അവർക്കും റിസ്കുകളുണ്ട്. ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റിനും റിസ്കുകൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് എന്താണ് റിസ്കിൽ വരുന്നത്. മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, പേഷ്യൻസിന്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ സ്റ്റാഫ് ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്, അതുപോലെ തന്നെ ജനറൽ പബ്ലിക്, പൊതുജനങ്ങൾക്ക് വരുന്നില്ല, പരിസ്ഥിതി എൻവയോൺമെന്റിനും സംഭവിക്കുന്നുണ്ട്. സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, എത്തരത്തിലുള്ള സോഴ്സസ് ആണ് വരുന്നത് ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്? പ്രൈമറി കോൺട്രിബ്യൂട്ടർ ടു ദ പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ആർ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. രണ്ട് രീതിയിൽ വരുന്നുണ്ട്. പ്രൈമറി സോഴ്സസിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇൻക്ലൂഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ. പ്രൈമറി ആയിട്ട് വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്, മെഡിക്കൽ കോളേജിൽ നിന്ന്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ്. എന്താണ് ഓട്ടോപ്സി എന്ന് പറഞ്ഞ? ഓട്ടോപ്സി എന്താ? ഓട്ടോപ്സി എന്താണ്? എന്താ ഓട്ടോപ്സി? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് വേസ്റ്റുകൾ അല്ലെ വരുന്നുണ്ട്. അതാണ് പ്രൈമറി സോഴ്സിൽ വരുന്നത് കേട്ടോ. പ്രൈമറി സോഴ്സിന്റെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സെക്കൻഡറി സോഴ്സിൽ നോക്കി. ഓൺ ദ അതർ ഹാൻഡ് ഇൻക്ലൂഡ്സ് ഹൗസ് ഹോൾഡ്സ്, ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഇത്തരം കാര്യങ്ങളാണ് സെക്കൻഡറി സോഴ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. Classifications of biomedical waste. 8 categories of medical waste are presented to the World Health Organization, WHO. World Health Organization underline ചെയ്യാൻ WHO-ന്റെ എക്സ്പാൻഡ് ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അല്ലെ, കഴിവാള്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ മെഡിക്കൽ വേസ്റ്റുകളെ 8 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 8 എന്നുള്ളത് ഓർത്തിരിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താ? ജനറൽ വേസ്റ്റ്. ഓക്കെ, ജനറൽ വേസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയാം. പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ പേപ്പേഴ്സ്, കാർഡ്ബോർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനറൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. പാത്തോളജിക്കൽ വേസ്റ്റ്. ഓക്കെ, പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. ഓക്കെ, പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? എന്താ? ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡുകള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാത്തോളജിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, റേഡിയോളജി അല്ലെ, റേഡിയോളജി ലബോറട്ടറി അല്ലെ, റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മള് ഇപ്പോ എന്താ ഈ വോയിസ് കട്ടാകുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ, അപ്പൊ ചിലപ്പോ നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. റേഞ്ച് ഉള്ളിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഇരുന്ന് നോക്കാം. ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് റേഡിയോളജി അല്ലെ, ഓരോ സ്കാനുകളൊക്കെ ചെയ്യുമ്പോൾ
ചിലപ്പോ ഈ അഴുകിയിട്ടുള്ള ഡീക്കെ സംഭവിക്കുന്നുണ്ട് ഓരോ വേസ്റ്റുകളും അവിടെ. ഇപ്പോ ചിലപ്പോ തുണികളാവാം, അതുപോലെ തന്നെ ഗ്ലൗസസുകൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസസുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ പഞ്ഞികള്, സിറിഞ്ചുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോ റേഡിയോളജി നമ്മൾ സ്കാനൊക്കെ ചെയ്യുമ്പോൾ ചിലവര് ഛർദ്ദിക്കാം. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ബാഗുകൾ, ഇതൊക്കെയാണ് വേസ്റ്റുകളിൽ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളിൽ വരുന്നത്. ഇനി കെമിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ബാറ്ററീസ് വരാം, അങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മൾ പഠിക്കും കേട്ടോ. പിന്നെന്താ, ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റുകൾ, ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഇൻഫെക്ഷൻ സംഭവിക്കാവുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ, ബ്ലഡ്, യൂറിൻ, പസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫെക്ഷസ് വേസ്റ്റുകൾ വരുന്നത്. പിന്നെന്താ, ഈ ഷാർപ്സ് ഏതൊക്കെയാണ് വേസ്റ്റുകളായിട്ട് വരുന്നത്? ഏതൊക്കെ വരാം ഷാർപ്സ് എന്ന് പറയുമ്പോൾ? നീഡിൽസ്, വെരി ഗുഡ്, നീഡിൽസ് അല്ലെ, സിസേഴ്സ്, കത്തികള്, അതുപോലെ തന്നെ അല്ലെ, അങ്ങനെയുള്ള സിസേഴ്സുകള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഷാർപ്സിൽ വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ എന്തൊക്കെ വരാം? ഫാർമസ്യൂട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടത് ഡ്രഗ്സുകൾ, എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകൾ, എക്സ്പയറി ആയിട്ടുള്ള വാക്സിൻസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. Pressurized containers, pressurized container waste means waste made up for both full and empty containers with pressurized gas and or powered materials, including gas containers and aerosol cans. ഈ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രഷറില് ഗ്യാസ്, ലിക്വിഡുകൾ ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ആണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ആ കണ്ടെയ്നേഴ്സ് എംറ്റി ആവുകയോ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആകുമ്പോൾ ഹസാഡസ് വേസ്റ്റുകളായിട്ട് മാറും. മാരകമായിട്ടുള്ള വേസ്റ്റുകളിലേക്ക് ആ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് മാറുന്നുണ്ട്. ഓക്കെ, അതിന് എയറോസോൾ ക്യാൻസിലൊക്കെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഹെയർ സ്പ്രേ, അതുപോലെ തന്നെ പെയിന്റുകള്, അതിന്റെയൊക്കെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് എയറോസോൾ ക്യാൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രഷറിലെ ഗ്യാസ്, ലിക്വിഡുകൾ ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ആണ്. അത് എംപ്റ്റി ആവുകയോ അതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവുകയോ ചെയ്യുമ്പോൾ എന്താണ്, ഹസാഡസ് വേസ്റ്റിലേക്ക് അത് മാറും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് 8 ടൈപ്പ് ഓഫ് എന്ത് പറയുന്നത്, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ വേസ്റ്റുകളെ. ആരാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ചു നോക്കി, ഇത്ര വരെ വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞവര് ഹസാഡസ് വേസ്റ്റ് എന്താണ്, നോൺ ഹസാഡസ് വേസ്റ്റ് എന്താണെന്നുള്ളത് വായിച്ചു വെക്കുക. ഹരിതര വായിച്ചു കഴിഞ്ഞോ? പറയിപ്പിച്ചാല് ഞാൻ പറയിപ്പിച്ചാ കിട്ടോ? എന്താണ് ഹസാഡസ് വേസ്റ്റ്, എന്താണ് നോൺ ഹസാഡസ് വേസ്റ്റ്? അറിയാൻ പറ്റോ? ഇല്ല, അത് വേഗം വായിച്ചു നോക്ക്. അയച്ചു കഴിഞ്ഞോ? ആരെങ്കിലും പറയാൻ പറ്റുമോ ഹസാഡസ് വേസ്റ്റ് എന്താണ്, നോൺ ഹസാഡസ് വേസ്റ്റ് എന്താണ്? പറയാം. ഓക്കെ, 1 മിനിറ്റ്. ആ, പറഞ്ഞോ. ഹസാഡസ് വേസ്റ്റ് എന്താണ്, നോൺ ഹസാഡസ് വേസ്റ്റ്? മാം, ഫസ്റ്റ് നോൺ ഹസാഡസ് വേസ്റ്റ് ആണ്. ആശുപത്രിയിൽ നിന്ന് 85% നോൺ ഹസാഡസ്, അതായത് അധികം അപകടപരമല്ലാത്ത വേസ്റ്റുകളാണ് വരുന്നത്. അതായത് അതില് ഫുഡ്, മറ്റേ ഫ്രൂട്ട്സിന്റെ പീൽ ചെയ്ത തൊലി, അതായത് ഫ്രൂട്ട്സിന്റെ തൊലികൾ, പിന്നെ വേസ്റ്റ് വാട്ടർ, പിന്നെ പേപ്പർ കാർട്ടൂൺസ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്തത് ഹസാഡസ് വേസ്റ്റ് ആണ്. ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള വേസ്റ്റുകളാണ്. അതിൽ വരുന്നത് നമുക്ക് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസസും കൂടി ആയിരിക്കാം. ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നോ ഇത് പുറപ്പെടുന്നതാണ്. ഇതിനെ ഹാം ആവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് മുഖാന്തരോ ട്രാൻസ്പോർട്ടേഷൻ മുഖാന്തരോ അല്ലെങ്കിൽ മുഖാന്തരമൊക്കെ നമുക്കിത് ഹസാഡസ് ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫർസാന ഉണ്ടോ? ആശ
വേറൊരു കുട്ടിയെങ്കിലും പറയൂ. പറഞ്ഞോളൂ. പറയൂ ആശ. നോൺ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹരിത, എന്താണ് നോൺ ഹസാർഡസ് വേസ്റ്റ്? ഹരിത, നോൺ ഹസാർഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സിന്റെ പീസും വാഷ്, വാട്ടർ ആൻഡ് പേപ്പർ, കാർട്ടൂൺസ്, പാക്കേജ് മെറ്റീരിയൽസ് ഒക്കെ അടങ്ങുന്നതാണ് ഹസാർഡ് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മാം. പിന്നെ മറ്റത് ഹസാർഡ് വേസ്റ്റ് എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, ട്രീറ്റ്മെന്റ്, പിന്നെ ഹോസ്പിറ്റൽ, ഇൻഡസ്ട്രി ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന വേസ്റ്റിനെയാണ് ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നോൺ വേസ്റ്റും ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ് പറയുന്നത് മാം. എന്തൊക്കെയാ പറയുന്നത്? ഓക്കെ, നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ 85% വരുന്നത് അല്ലെ, റേസ് ചെയ്യുന്ന മെജോറിറ്റി വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 85% ഈ ഹോസ്പിറ്റലിൽ നിന്ന് റേസ് ചെയ്യുന്ന വേസ്റ്റുകൾ എന്ന് പറഞ്ഞാലും നോൺ ഹസാർഡസ് വേസ്റ്റ് ആണ്. അത് ഏതൊക്കെയാണ്? ഫുഡ് സ്ക്രാപ്സ്, എന്താണ്, ഫുഡിന്റെ അവശിഷ്ടങ്ങള്, ഫ്രൂട്ട് പീൽസ്, തൊലികള് അല്ലെ, അതുപോലെ തന്നെ പേപ്പർ, കാർട്ടൂൺസ്, പാക്കിംഗ് മെറ്റീരിയൽസ്, നമ്മള് ഫുഡൊക്കെ പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങള്, ഇതൊക്കെയാണ് നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാനികരമല്ലാത്ത വേസ്റ്റുകൾ അല്ലെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ്. ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണ് നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ്സ്, ലിക്വിഡ്സ്, സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, ചില്ലി, അങ്ങനെയുള്ള ഐറ്റംസുകൾ ഹോസ്പിറ്റലിൽ നിന്നും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ റേസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണ് ഹസാർഡസ് വേസ്റ്റ്, ഹാനികരമായിട്ടുള്ള വേസ്റ്റുകൾ. ഇത് പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമത്തിലല്ല ഡിസ്പോസൽ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, മറ്റുള്ളവരിലേക്ക് എന്താണ്, അത് എന്താണ്, ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലായോ എന്താണ് ഹസാർഡസ് വേസ്റ്റ് എന്നും നോൺ ഹസാർഡസ് വേസ്റ്റ് എന്നും? ഓക്കെ, ഇനി അവിടെ കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, എന്താ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അല്ലെ, ഒരു 8 കാറ്റഗറൈസ് ആയിട്ട് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, WHO വേസ്റ്റുകള്. അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇവിടെ ചിലതായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ, നോക്കാം കേട്ടോ. അത്തരത്തിലുള്ള വേസ്റ്റുകളും അവിടെ കണ്ട വേസ്റ്റുകളും ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന്റെ വേസ്റ്റുകൾ നോക്കി. ബയോമെഡിക്കൽ വേസ്റ്റിനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഹസാർഡസ് വേസ്റ്റ് എന്നും നോൺ ഹസാർഡസ് വേസ്റ്റ് എന്നും. ഹസാർഡസ് വേസ്റ്റിനെ വീണ്ടും 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇൻഫെക്ഷസ് വേസ്റ്റും ഉണ്ട്, അതർ ഹസാർഡസ് വേസ്റ്റും ഉണ്ട്. ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ്? നോൺ ഷാർപ്സ്, ഏതൊക്കെയാണ്? മൂർച്ചയില്ലാത്തത് അല്ലെ, ഷാർപ്പ് അല്ലാത്ത മെറ്റീരിയൽസ് ഏതൊക്കെയാ വരാം? നീഡിൽസ്, ബ്ലേഡ്സ്, അതുപോലെ സിസേഴ്സ് അല്ലെ, കത്തി അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസുകൾ ഇപ്പോ മൂർച്ചയില്ലാത്തതാണെങ്കിൽ നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് അല്ലെ. ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾസ്, അതുപോലെ ലിക്വിഡ് വേസ്റ്റുകൾ ഏതൊക്കെയാ വരാം? ലിക്വിഡ് വേസ്റ്റുകളില് ഏതൊക്കെ വരാം? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ലിക്വിഡ് വേസ്റ്റിന് എക്സാമ്പിള്? ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ നമുക്ക് പറയാൻ പറ്റും. ബ്ലഡ്, പിന്നെ കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. യൂറിൻ, ഫ്ലൂയിഡ്സ് അല്ലെ, സിറം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ വരാം, ലിക്വിഡ് വേസ്റ്റുകൾ ഉൾപ്പെടുത്താവുന്നത്.
ഓക്കെ, ഇനി അതർ ഹസാർഡസ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ റേഡിയേഷൻ ചെയ്യുമ്പോൾ റേഡിയോ കിരണങ്ങൾ കൊണ്ട് എന്താണ് ഡീക്കെ സംഭവിക്കുന്ന ഐറ്റംസുകൾ, റാഗ്, തുണി കഷ്ണങ്ങള്, അതുപോലെ പന്നി, ഛർദിച്ച ബാഗുകൾ ഉണ്ടാവും അല്ലെ, രോഗികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഛർദിച്ച ബാഗുകള്, അതുപോലെ ഗ്ലൗസുകള്, അഴുകിയിട്ടുള്ള ഗ്ലൗസുകൾ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള ഗ്ലൗസുകളൊക്കെ ഈ റേഡിയോ ആക്ടിവിസ്റ്റില് വരുന്നതാണ്. ഇനി ഡിസ്കാർഡഡ് ഗ്ലാസസ് എന്താണ്? ഈ പൊട്ടിയ ബൗളുകള്, ഗ്ലാസുകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഡിസ്കാർഡഡ് ഗ്ലാസസിൽ വരുന്നത്. പിന്നെ ഫ്രഷ് വേസ്റ്റ് കണ്ടെയ്നേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെമിക്കൽ വേസ്റ്റുകൾ അല്ലെ, കെമിക്കൽ വേസ്റ്റുകൾ ഇപ്പോ എന്താണ് കെമിക്കൽ വേസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ മെർക്കുറി, അതുപോലെ തന്നെ ക്ലീനേഴ്സുകള്, നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റംസുകളൊക്കെയാണ് കെമിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്ടറീസ് ഇതൊക്കെ വരാം കേട്ടോ. ഇനി സൈറ്റോടോക്സിക് വേസ്റ്റ് എന്താണ്? സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാല് എന്താ? സൈറ്റോടോക്സിക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള കെമിക്കൽസ് ആണ് സൈറ്റോടോക്സിക് വേസ്റ്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ. ഓക്കെ, അതിനകത്ത് ഇപ്പൊ ഗ്ലൗസുകള്, ബാൻഡേജസുകള്, വൊമിറ്റിംഗ് ബാഗ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വേസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇൻസിനറേറ്റർ ആഷ് എന്തായിരിക്കാം അത്? ഇൻസിനറേറ്റർ എന്താ? ആഷ് എന്ന് പറഞ്ഞാല് ആഷ് എന്താ മീനിങ്? ആഷ് ചാരം അല്ലെ? ആഷ് എന്ന് പറഞ്ഞാല് ചാരമാണ്. അപ്പൊ വേസ്റ്റുകൾ നമ്മൾ ഡംപ് ചെയ്ത് അത് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് മെഷീനാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കത്തിച്ച് കളയുമ്പോൾ ആ വേസ്റ്റുകൾ ഡംപ് ചെയ്ത് കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അത് കത്തിച്ച് ചാരമായിട്ട് മാറാറുണ്ട് അല്ലെ. അതും എന്താണ്? ഹസാർഡസ് വേസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെന്താ? നോൺ ഹസാർഡസ് വേസ്റ്റ് അല്ലെ. എന്താണ് നോൺ ഹസാർഡസ് വേസ്റ്റ്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ, ഇതിന് മുമ്പത്തെ ആ പോർഷനിൽ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഏതൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റും? പ്ലാസ്റ്റിക് ബാഗുകൾ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് ഐറ്റംസുകള്, ഗ്ലാസസുകള്, അതുപോലെ തന്നെ പേപ്പേഴ്സ്, കാർഡ്ബോർഡ്സ്, ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്ത് ഫുഡ് പീൽ, ഇതൊക്കെ നമുക്ക് ഫുഡ് പീലുകള്, അതുപോലെ തന്നെ സ്ക്രാപ്സുകൾ അല്ലെ, ഫുഡ് സ്ക്രാപ്സുകൾ, ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ്. അതൊക്കെയാണ് നോൺ ഹസാർഡസ് വേസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബയോളജിക്കൽ ഇൻഫെക്ഷസ് റിസ്ക് ആൻഡ് കെമിക്കൽ റിസ്കുകൾ. ബയോളജിക്കൽ ആയിട്ടും കെമിക്കൽ ആയിട്ടുള്ള റിസ്കുകൾ ഇവിടെ 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. 6 ബോക്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ബയോളജിക്കൽ റിസ്കിൽ വരുന്നത് ഏതൊക്കെയാണ്? ഷാർപ്പ് വേസ്റ്റുകൾ, ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്. ഷാർപ്പ് വേസ്റ്റിൽ വരുന്നത് നീഡിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലേഡ്സുകള്, ബ്രോക്കൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻഫെക്ഷസ് വേസ്റ്റില് വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, കൾച്ചേഴ്സ് നമ്മള് ഈ കൾച്ചർ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലേ, ബ്ലഡ്, യൂറിൻ, ഇതൊക്കെ നമ്മൾ കൾച്ചർ ചെയ്യാൻ കൊടുക്കും. അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് കൾച്ചേഴ്സിൽ വരുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലോത്തിലൊക്കെ നമ്മൾ എന്താണ് ഈ ബ്ലഡുകളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പഞ്ഞിയിലൊക്കെ ബ്ലഡ് ഒക്കെ ആയിട്ട് അല്ലെ, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ പഞ്ഞിയിലൊക്കെ ബ്ലഡ് ആവും, അല്ലെങ്കിൽ ക്ലോത്തിലൊക്കെ ബ്ലഡ് ആവും. അപ്പൊ അങ്ങനെ ബ്ലഡ് ആകുമ്പോൾ അത് ഏതിൽ വരുന്നുണ്ട്? വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡിൽ വരുന്നുണ്ട്. കൾച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂറിൻ, അതുപോലെ തന്നെ ബ്ലഡ്, ഇതൊക്കെ കൾച്ചർ ചെയ്യാൻ കൊടുക്കുന്ന അത്തരത്തിലുള്ള വേസ്റ്റുകളായിട്ട് മാറുന്നു. പിന്നെ ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് എന്താ? ഐസൊലേഷൻ എന്തായിരിക്കും? ഒറ്റപ്പെട്ടിരിക്കുന്ന അല്ലെ ഒറ്റപ്പെട്ടിരിക്കുന്ന. ഇപ്പോ കൊറോണയൊക്കെ വന്ന ടൈമിലൊക്കെ നമ്മള് എന്താണ് ആളുകളെ, പേഷ്യൻസിനെയൊക്കെ നമ്മൾ എങ്ങനെയാ ചെയ്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്തത്? പാർപ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലായാലും ഒറ്റപ്പെട്ട ഒരു റൂമിൽ അവിടെ ഒറ്റക്കാക്കിയിട്ടാണ് ട്രീറ്റ്മെന്റുകൾ നടത്തിയിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഐസൊലേഷൻ വാർഡ് അല്ലെ, കൊറോണ, നിപ്പയൊക്കെ വരുമ്പോ അങ്ങനെയാണ് അവരെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്. അപ്പൊ അവര് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവരുടെ ബെഡ് കവർ,
അതുപോലെ തന്നെ ഡ്രസ്സുകള്, അതുപോലെ തന്നെ പില്ലോ കവർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഐസൊലേഷൻ വേസ്റ്റ് അല്ലെ, അങ്ങനെയുള്ള വേസ്റ്റിലേക്ക് മാറുന്നുണ്ട്, വേസ്റ്റുകളായിട്ട് മാറുന്നു. പിന്നെ എന്താ പാത്തോളജിക്കൽ വേസ്റ്റിൽ വരുന്നത് ബോഡി പാർട്സ്. ഓക്കെ, പിന്നെ എന്താണ് ഹ്യൂമൻ ടിഷ്യൂസ്, അനിമൽ കാർക്കസസ്. കാർക്കസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിമലിന്റെ ഈ ഡെഡ് ബോഡി അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെഡ് ബോഡിനെയാണ് കാർക്കസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പാത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. എന്താണ് ഈ മരണ കാരണം, എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെ, സ്റ്റഡി ഓഫ് ഡിസീസസ്, എന്ത് രോഗം വന്നാണ് മരിച്ചത് അല്ലെങ്കിൽ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ ഓരോ ബോഡി പാർട്സുകളും ഹ്യൂമൻ ടിഷ്യൂസുകള് അതുപോലെ തന്നെ അനിമൽസിന്റെ ഡെഡ് ബോഡീസ് ഒക്കെ എടുത്തിട്ടാണ് അവര് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അതിൽ നിന്നും പല വേസ്റ്റുകളും വരുന്നുണ്ട്. അതൊക്കെയാണ് പാത്തോളജിക്കൽ വേസ്റ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, കെമിക്കൽ വേസ്റ്റ്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ഉണ്ട്, കെമിക്കൽ വേസ്റ്റ് ഉണ്ട്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉണ്ട്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ വരുന്നത് എന്താ, എക്സ്പയറി ഡ്രഗ്സുകൾ ഇല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സ്പയറി വാക്സിൻസ്, സൈറ്റോടോക്സിൻ വേസ്റ്റുകൾ. ഇനി വരുന്നത് കെമിക്കൽ വേസ്റ്റിൽ വരുന്നത് കെമിക്കൽ സോൾവെന്റ്സ്, ഈ ലായകങ്ങൾ. സോൾവെന്റ്സ് എന്ന് പറഞ്ഞാൽ ലായകങ്ങള്, മെർക്കുറി. ക്ലീനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലേ കെമിക്കൽസുകള്, അത്. അതുപോലെ തന്നെ ബാക്ടറീസ്, ഇതൊക്കെയാണ് കെമിക്കൽ വേസ്റ്റിൽ വരുന്നത്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്താണ്, റേഡിയോ ന്യൂക്ലിയേറ്റ്സ്. എന്താണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, നമ്മൾ പറഞ്ഞല്ലോ റേഡിയോ വികിരണങ്ങൾ പുറത്തു വിട്ടിട്ട് റേഡിയോളജി അല്ലെ നമ്മൾ ചെയ്യാറുണ്ട്, ഇമാജിൻ ടെക്നിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ പല മെറ്റീരിയൽസും ഡീകേ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വേസ്റ്റുകളാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. പിക്ചേഴ്സ് രണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ, വായിച്ചു നോക്കാം.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഈ നെക്സ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ വന്നിരിക്കുന്നത് 1998 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് MOEF, അതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് MOEF. Ministry of Environment and Forest have promptly developed and released guidelines to the hospitals to guarantee the safe and correct disposal of waste. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വന്നിരിക്കുന്നത് 1998 ആണ്. ഈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് പരിസ്ഥിതി വന മന്ത്രാലയം. ഓക്കെ, മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ഇത് പുറപ്പെടുവിക്കുന്നത് പരിസ്ഥിതി വന മന്ത്രാലയമാണ്. MOEF എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. അത് എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? എന്താണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡെവലപ്ഡ് ആൻഡ് റിലീസ്ഡ് ഗൈഡ് ലൈൻസ് ടു ദ ഹോസ്പിറ്റൽസ് ടു ഗ്യാരണ്ടി സേഫ് ആൻഡ് കറക്റ്റ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ഹോസ്പിറ്റലിൽ നിന്ന് റേസ് ചെയ്യുന്ന വേസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് ഡിസ്പോസൽ ചെയ്യുന്നതിനും അത് സേഫ് ആയിട്ട് ഡിസ്പോസൽ ചെയ്യുന്നതിനുമുള്ള ഒരു ഗ്യാരണ്ടി അല്ലെ, അതിനുള്ള ഗൈഡ് ലൈൻസ് ഡെവലപ്പ് ചെയ്യുകയും അതിനുള്ള ഗൈഡ് ലൈൻസ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വരുന്ന ഈ ഹോസ്പിറ്റൽ വേസ്റ്റുകള് അത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ സേഫ്റ്റി, മറ്റുള്ളവർക്കുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ഗൈഡ് ലൈൻസുകൾ അല്ലെ, ഗൈഡ് ലൈൻസുകൾ ഡെവലപ്പ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 നമ്മൾ നേരത്തെ പറഞ്ഞു came into effect. അപ്പൊ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആ റൂള് വന്നിരിക്കുന്നത് 1998 It offers uniform recommendations and a code of practice for biomedical waste management. First amendment date on 6/3/2000 and second amendment date on 17/9/2003. Then in 2018 and 2019 too. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വന്നിരിക്കുന്നത് 1998 അത് എന്താണ് ഓഫർ ചെയ്യുന്നത്? യൂണിഫോം റെക്കമെൻഡേഷൻസ് അല്ലെ, ഏകീകൃത, യൂണിഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകീകൃതമായിട്ടുള്ള റെക്കമെൻഡേഷൻസ്, ശുപാർശകളും കോഡ് ഓഫ് പ്രാക്ടീസുമാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് യൂണിഫോം റെക്കമെൻഡേഷൻസും കോഡ് ഓഫ് പ്രാക്ടീസുമാണ് അത് ഓഫർ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് അമെൻമെന്റ് എന്താണ്? ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് അമെൻമെന്റ് വരുത്തിയിരിക്കുന്നത് എന്താണ്? 6/3/2000 സെക്കൻഡ് അമെൻമെന്റ് വന്നിരിക്കുന്നത് 7/9/2003 പിന്നീട് ഏതൊക്കെ ഇയറിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്? 2018 2019. ഓക്കെ ആണോ? അപ്പൊ എന്താ പറഞ്ഞത്? 2000 ഞാൻ 7 പറഞ്ഞേ. ഓക്കെ, സോറി, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ MOEF ആണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? പരിസ്ഥിതി വന മന്ത്രാലയമാണ്. അത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഹോസ്പിറ്റൽ വേസ്റ്റുകള്
അത് കറക്റ്റ് ആയിട്ട് സേഫ്റ്റി ആയിട്ടും കറക്റ്റ് ആയിട്ടും ഡിസ്പോസ് ചെയ്തതിന് വേണ്ടതായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ ഡെവലപ്പ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു 1998 അതെന്താണ് ഓഫർ ചെയ്തിരിക്കുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട യൂണിഫോം റെക്കമെൻഡേഷൻസ് ആൻഡ് കോഡ് ഓഫ് പ്രാക്ടീസ് ആണ്. ഫസ്റ്റ് അമെന്റ്മെന്റ് വന്നിരിക്കുന്നത് 6/3/2000 സെക്കൻഡ് അമെന്റ്മെന്റ് വന്നിരിക്കുന്നത് 17/9/2003 പിന്നീട് അങ്ങോട്ട് ഭേദഗതി വരുത്തിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഏത് ഇയേഴ്സിനാണ്? 2018 2019. ഓക്കെ, വായിച്ചോക്കിയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ഇയേഴ്സുകളും അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസിന്റെ കാര്യങ്ങളും അമെന്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാം. കൺവിൻസ് കേട്ടോ, വായിച്ചു നോക്കാം. ബാക്കിയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കാം. വായിച്ചോക്കിയോ? എന്താണ് വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? എന്താ ലോ പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. എന്താ പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്തുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പാടില്ല? മറ്റു വേസ്റ്റുകളായിട്ട് നമ്മൾ
കമ്പൈൻ ചെയ്യാൻ പാടില്ല. രണ്ട് ലോ ആണ് അതിൽ പറയുന്നത് അല്ലെ. മറ്റ് വേസ്റ്റുകൾ കൊണ്ട് അത് മറ്റ് വേസ്റ്റുകളുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഡേഞ്ചർ. എന്താ ഡേഞ്ചർ കാരണം? പറഞ്ഞോളൂ. കറക്റ്റ് ആണ്. മറ്റ് വേസ്റ്റുകളുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് അല്ലെ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും. ഓക്കെ. ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ ബി separated to containers or bags at the point of generation prior to its storage, transportation, treatment and removal. എന്താണ്? സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ്, റിമൂവൽ അല്ലെ, ഇവയൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തിനാക്കണം ബയോമെഡിക്കൽ വേസ്റ്റുകള്? സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗുകളിലോ ആക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് മുൻപോ സ്റ്റോറേജ് ചെയ്യുന്നതിന് മുൻപോ ട്രീറ്റ്മെന്റോ റിന്യൂവൽ അല്ലെ റിമൂവൽ ചെയ്യുന്നതിന് മുൻപോ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ബാഗുകളിലോ കണ്ടെയ്നേഴ്സിലോ ആക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ സെപ്പറേറ്റ് കവറില് ഒരു കളർ ബാഗ്സുകളിലൊക്കെ ആക്കിയിട്ട് വെക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഡയപ്പറൊക്കെ ഒരു യെല്ലോ കവറിലൊക്കെയാണ് ഇടുന്നത് അല്ലെ. ആ ചേച്ചിമാര് വന്നിട്ട് വേസ്റ്റുകൾ എടുത്തുകൊണ്ട് പോകുമ്പോ ഫുഡ് വേസ്റ്റുകൾ വേറെ കൊട്ടയില്, അതുപോലെ തന്നെ മറ്റു വേസ്റ്റുകൾ വേറെ കൊട്ടയിലൊക്കെ ഇടാനായിട്ട് നമ്മളോട് പറയും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അത് മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മറ്റു വേസ്റ്റുകളുടെ കൂടെ കമ്പൈൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ്, റിമൂവൽ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ടുള്ള കളർ ബാഗ്സുകളില് അത് നമ്മളിനി പഠിക്കും. ഓരോ ബോക്സ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് യെല്ലോ കളർ, അതുപോലെ തന്നെ റെഡ് കളർ, ബ്ലാക്ക് കളർ അല്ലെ, അങ്ങനെ വൈറ്റ് കളർ, അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓരോ കാറ്റഗറി തിരിച്ചിട്ട് പല വേസ്റ്റുകൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പല പല പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ. അത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. നല്ല ഓയിൽ രണ്ടായിട്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻസ് ആണ്. ഇനി എന്താ? ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. ഒക്യുപ്പയർ എന്ന് പറഞ്ഞാൽ ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒക്യുപ്പയർ എന്ന് പറയുന്നത്. It shall be the duty of each occupant of a facility producing biomedical waste which comprises the hospital, nursing homes, clinic, dispensaries, veterinary institutions, animal house, pathological laboratory, blood bank, by no matter one name called, to take a step it may sure that such waste is handled without any negative impact to human health and the environment. എന്താ പറയുന്നത്? ഓക്യുപ്പയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് ഓക്യുപ്പയർ എന്ന് പറയുന്നത്. അപ്പോ എത്രയുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട്? ഹോസ്പിറ്റലിൽ നിന്നും, നഴ്സിംഗ് ഹോംസിൽ നിന്നും, ക്ലിനിക്കുകൾ, ഡിസ്പെൻസറീസ്, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ആനിമൽ ഹൗസ്, പാത്തോളജിക്കൽ ലബോറട്ടറി, ബ്ലഡ് ബാങ്കിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ബയോമെഡിക്കൽ വേസ്റ്റുകൾ വരും അല്ലെ. അതുകൊണ്ട് തന്നെ അത് എന്താണ്? കൃത്യമായിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായിട്ട് ഡിസ്പോസൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു എൻവയോൺമെന്റിനായാലും മനുഷ്യർക്കായാലും എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെ. ഇൻഫെക്ഷൻ ഉണ്ടാവും, പല അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസൽ ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒക്യുപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ. ഒക്യുപ്പയർ എന്താണ്? അതുപോലെ തന്നെ ആ രണ്ട് ലോയും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇന്ന് ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് ഇത്രയും വരെ വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാം. എല്ലാവരും സ്റ്റാറും പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയോ? സ്റ്റാറൊക്കെ ഇട്ടോ? ഇട്ടോ? ഓക്കെ, അപ്പൊ നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാം കേട്ടോ. ഉണ്ടാക്കി? ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.